വന്യ പിതാവേ വിടാൻ ആഗോള കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. കത്തോലിക്ക സഭയുടെ 266 പാപ്പ. ചരിത്രത്തിൽ വെച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ച ഏക മാർപ്പാപ്പ. പാവപ്പെട്ടവരോടും അശരണരോടും കരുണ പുലർത്തുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ അകറ്റാൻ വേണ്ടി പ്രയത്നിച്ചു. ലോകരാഷ്ട്രീയത്തിലും തൻ്റെ ശക്തമായ നിലപാടുകൾ അറിയിച്ചു. വിവേചനങ്ങളില്ലാതെ ഭൂമിയിലുള്ള എല്ലാവരിലും യേശുവിൻ്റെ പ്രതിച്ഛായ കണ്ടുകൊണ്ട് അവരെ സേവിച്ചു, സ്നേഹിച്ചു. ശുശ്രൂഷ മനോഭാവത്തിൻ്റെ മുഖമുദ്രയായി മാറുകയും ചെയ്തു. പാവപ്പെട്ടവരുടെ പാപ്പ, ലോകസമാധാനത്തിൻ്റെ പാപ്പ, വിശുദ്ധിയുടെ ഇടയൻ, കരുണയുടെ കാവലാൾ, തിരുസഭയുടെ യശസ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കോവിൽത്തോട്ടം ഇടവകയുടെ ദീപ്താഞ്ജലി. പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, നിത്യ ഇടയനെ, നിന്റെ സഭയെ സ്നേഹത്തോടെ ഭരിച്ച നിന്റെ ദാസനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയുള്ള നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ കാരുണ്യത്താൽ ഒരിക്കൽ അവൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെട്ട് ആട്ടിൻ കൂട്ടത്തോടൊപ്പം നിന്റെ വിശ്വസ്തത ദാസന്മാർക്ക് വാഗ്ദാനം ചെയ്ത് പ്രതിഫലത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമേ. ഭൂമിയിൽ നിന്റെ ക്ഷമയോടെയും സ്നേഹത്തിൻ്റെയും രഹസ്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച ഫ്രാൻസിസ് പാപ്പ നിത്യതയിൽ എന്നേക്കും നിന്നോടൊപ്പം സന്തോഷിക്കട്ടെ. പരിശുദ്ധ പിതാവ് ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്തു. ആകയാൽ നിന്റെ പുത്രൻ അദ്ദേഹത്തെ നിത്യമഹത്വത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പാപ്പ ഫ്രാൻസിസ് പാപ്പ എന്നും പ്രാർത്ഥിച്ചിടണമേ. പാപ്പ ഫ്രാൻസിസ് പാപ്പ എന്നും പ്രാർത്ഥിച്ചിടണമേ. പാപ്പ ഫ്രാൻസിസ് പാപ്പ എന്നും പ്രാർത്ഥിച്ചിടണമേ. പാപ്പ ഫ്രാൻസിസ് പാപ്പ എന്നും പ്രാർത്ഥിച്ചിടണമേ.